തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന അനുഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സൈബർ തട്ടിപ്പിന്റെ കാര്യത്തിലെന്ന പോലെ വ്യാജ ഇ.ഡി. സമൻസിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര ധനമന്ത്രാലയം. വഞ്ചനയ്ക്കും പണാപഹരണത്തിനും ഇരയാകരുതെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ്. ഒപ്പം ആധികാരിക ഇ.ഡി. നോട്ടീസുകളിൽ QR കോഡ് പതിച്ചു. ഇ.ഡി. വെബ്സൈറ്റിൽ പോയും ആധികാരികത ഉറപ്പിക്കാം. ജർമ്മനിയുടെ ദോയ്ച്ചെ ബാങ്ക് ഇന്ത്യയിലെ റീറ്റെയിൽ വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ്സുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഇടപാടുകൾ ഏറ്റെടുക്കാൻ ഫെഡറൽ ബാങ്കും കൊട്ടക് മഹീന്ദ്ര ബാങ്കും മത്സരത്തിൽ. 25,000 കോടിയിലേറെ വരുന്നതാണ് ജർമ്മൻ ബാങ്കിന്റെ റീറ്റെയിൽ ആസ്തി. മുമ്പും വിറ്റു പിന്മാറാൻ ദോയ്ച്ചെ ശ്രമിച്ചിരുന്നു. ഓൺലൈൻ മാട്രിമോണിയൽ മുൻനിരക്കാരായ ഷാദി.com പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്കുള്ള ഒരുക്കത്തിൽ. 2022-23 കണക്ക് പ്രകാരം 261 കോടി വരുമാനം നേടിയ സ്ഥാപനമാണ് ഇത്. ആഡംബര വസ്ത്ര ലൈഫ് സ്റ്റൈൽ വിപണിയിൽ മേധാവിത്വത്തിന് പുതിയ മത്സരം. റിലയൻസ് റീറ്റെയിൽ, ആദിത്യ ബിർല ഫാഷൻ ആൻഡ് റീറ്റെയിൽ എന്നിവയ്ക്ക് പിന്നാലെ RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പും അരയും തലയും മുറുക്കുന്നു. ഫാൽഗുനി ഷെയ്ൻ പീകോക്ക് ഡിസൈനിൽ 40% ഓഹരി വാങ്ങും. വീട്ടുവാടക വർധനവിന്റെ തലവേദന പേറുന്നവർക്ക് മുംബൈയിലെ ഗോർഗാവിൽ നിന്നൊരു വാർത്ത. ബോളിവുഡ് നടി കാജൽ ദേവഗൺ അവിടെ 1817 ചതുരശ്രയടി ഫ്ളാറ്റിന് വാങ്ങുന്ന പ്രതിമാസ വാടക 6,90,000 രൂപ. 3 വർഷം കഴിഞ്ഞാൽ 15% വർധന. ഭർത്താവ് അജയ് ദേവഗൺ അന്ധേരി വെസ്റ്റിലെ ഓഫീസ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് 5.47 ലക്ഷം പ്രതിമാസ വാടകയ്ക്ക്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.